ഇനിയൊരു ജന്മം കൂടി. നോവൽ തുടർച്ച, അധ്യായം 22. പൈസയല്ലാതെ പുളിങ്കുരു തരാമെന്ന് പറഞ്ഞാണോ താൻ വീട് വാടകയ്ക്കെടുത്തത്? ഇനിയൊരു അവധിക്ക് വയ്ക്കാൻ പറ്റില്ല. എൻ്റെ വാടക കാശെടുക്ക് ഇപ്പോൾ തന്നെ. കയ്യിൽ വെച്ചോണ്ട് പണം തരാത്തതല്ല, വേറെ നിവൃത്തിയില്ല. എനിക്ക് നിങ്ങളുടെ ദാരിദ്ര്യം കേൾക്കേണ്ട കാര്യമില്ല. ഗതികെട്ടവർക്ക് താമസിക്കാനല്ല ഞാൻ വീട് പണിതിട്ടിരിക്കുന്നത്. 20,000 വാടക വാങ്ങിക്കുന്നത് അതിന് പോകുന്ന സൗകര്യങ്ങൾ പണം മുടക്കി ഉണ്ടാക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. സെക്യൂരിറ്റി ആയിട്ട് 1,00,000 രൂപ തന്നിട്ടില്ലേ? കുറച്ച് താമസം വന്നാലും പൈസ പോകുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ ന്യായമൊന്നും എനിക്ക് കേൾക്കണ്ട. നാളെ വരെ സമയം തരാം. വാടക തരാനില്ലെങ്കിൽ സെക്യൂരിറ്റി കാശിൽ നിന്നത് കുറച്ചുള്ള തുക ഇങ്ങ് കൊണ്ടുവന്ന് തരും. തന്തയും മോനും കൂടെ കെട്ടും കിടക്കെടുത്ത് ഇറങ്ങിക്കൊള്ളാം. അവസാന വാക്കുപോലെ പറഞ്ഞിട്ട് രാമചന്ദ്രൻ പോയി. ഗോവിന്ദക്കുറുപ്പ് ആശങ്കയോടെ മകനെ സമീപിച്ചു. ഇവിടുന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകും? വേറൊരു വീട് കണ്ടുപിടിച്ചാലോ? കുറഞ്ഞ വാടകയ്ക്ക്. കുറഞ്ഞതാണെങ്കിലും വാടക കൊടുക്കണ്ടേ? വരുമാനം എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? നീ എവിടെയെങ്കിലും പോയി ഒരു ജോലി കണ്ടുപിടിക്കടാ. ഇത്രയും നാൾ മാനേജറായി ഇരുന്ന പരിചയമല്ലേ, നല്ലൊരു ജോലി കിട്ടാതിരിക്കില്ല. വൈശാഖ് അച്ഛനെ ഒന്ന് നോക്കി, പിന്നെ തൻ്റെ മുറിയിലേക്ക് തന്നെ തിരിച്ചുപോയി. അവനെ സംബന്ധിച്ച് ആ മുറിയാണ് ഇപ്പോൾ ഏറ്റവും നല്ല താവളം. എലിപ്പത്തിൽ കയറുന്നത് പോലെ അതിനകത്ത് കയറി കതക് കൂടി അടച്ചാൽ സ്വസ്ഥമായി. ശല്യങ്ങളും അലട്ടലുകളും പുറത്താണ്. ഭക്ഷണം ആദ്യമൊക്കെ ഹോട്ടലുകളിൽ നിന്നായിരുന്നു. പണം തീർന്നപ്പോൾ അത് നിർത്തി. ഇപ്പോൾ ഗോവിന്ദക്കുറുപ്പ് കഞ്ഞി ഉണ്ടാക്കും. മുളകിടിച്ചതോ അച്ചാറോ കൂട്ടി 1-2 നേരം അത് കുടിക്കും. വാതിലിൽ മുട്ടുകേട്ടപ്പോൾ വൈശാഖ് എഴുന്നേറ്റ് ചെന്ന് കതക് തുറന്നു. ഗോവിന്ദക്കുറുപ്പ് മുറിയിലേക്ക് കയറി വന്നു. വാടക കൊടുക്കാൻ നീ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ? എന്തു വഴി? ഒന്നുമില്ല. അയാൾ വന്ന് ഇറക്കി വിട്ടാൽ പോകാൻ പെരുവഴി കിടപ്പുണ്ടല്ലോ, അത്രേ ഞാനിപ്പോൾ കാണുന്നുള്ളൂ. വൃദ്ധൻ മകൻ്റെ വികാരരഹിതമായ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയിട്ട് ചുരുട്ടിപ്പിടിച്ചിരുന്ന വലതുമുഷ്ടി അവന് നേർക്ക് വിടർത്തി നീട്ടി. മഞ്ഞ നിറമുള്ള ചെറിയ പാമ്പിൻ കുഞ്ഞ് ചുരുണ്ട് കിടക്കുന്നത് പോലെ ഒരു തിളക്കം വൈശാഖ് കണ്ടു. അതൊരു സ്വർണ്ണമാലയായിരുന്നു. ഇത് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വെക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. 2-3 പവൻ തൂക്കം കാണും. വൈശാഖ സംശയത്തോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതെവിടുന്ന് എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. വൃദ്ധൻ്റെ മുഖത്ത് ഒരു മുറുക്കം വന്നു. നിന്റെ അമ്മയുടെ താലിമാലയാ. ഒരോർമ്മയ്ക്ക് ഞാൻ സൂക്ഷിച്ചിരുന്നതാ. കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് ഇനി ഈ ദ്രവ്യം അധികകാലം സംരക്ഷിക്കാൻ കഴിഞ്ഞൊന്നും വരില്ലല്ലോ. വൈശാഖ് കൈനീട്ടി ആ മാല വാങ്ങി. വൃദ്ധൻ തളർന്ന ചുവടുകളോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മാലയിലേക്ക് നോക്കി നിൽക്കെ യശോദയുടെ മുഖം വൈശാഖിന് ഓർമ്മ വന്നു. അർബുദം കാർന്നു തിന്ന് ശരീരം കറുത്തു ചുരുണ്ട ഒരസ്ഥികൂടം മാത്രമായി തീർന്നപ്പോഴും അമ്മ ഈ താലിമാല കഴുത്തിൽ നിന്നും ഊരാൻ സമ്മതിച്ചിരുന്നില്ല. മരണശേഷം അച്ഛനത് ഊരിയെടുക്കുന്നത് വൈശാഖ് കണ്ടിരുന്നു. വൈശാഖിൻ്റെ മുഷ്ടി ചുരുണ്ടു. ഈ ഇത്തിരി സ്വർണത്തിൽ അവൻ മുറുകെ പിടിച്ചു. അതാണ് അവസാനത്തെ ആശ്രയമെന്ന് വൈശാഖിന് തോന്നി. രാത്രി പുറത്തുപോയ വൈശാഖ് തിരിച്ചെത്തിയിരുന്നില്ല. ഗോവിന്ദക്കുറുപ്പ് വഴിക്കണ്ണുമായി കാത്തിരുന്നു. 8 മണി കഴിഞ്ഞിരുന്നു. അങ്ങനെ നോക്കിയിരിക്കെ ഒരു ഭയം അയാളെ ഗ്രസിച്ചു. മാല വിറ്റ പണവുമായി വൈശാഖ് നാട് വിട്ടുപോയി കാണുമോ? ചൂടുറപ്പിച്ച് നിൽക്കാൻ ഒരുതരം മണ്ണ് പോലും അവശേഷിച്ചിട്ടില്ല. ഏതെങ്കിലും നാട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന പ്രതീക്ഷ അവനുണ്ടെങ്കിൽ തന്നെപ്പോലൊരു വൃദ്ധനെ കൂടെ കൂട്ടുന്നത് ഭാരമാണ്. ഗോവിന്ദക്കുറുപ്പിന് ശരീരം തളരുന്നത് പോലെ തോന്നി. നെറ്റിയും കൈവെള്ളയും വേർത്തു. മകൻ ഉപേക്ഷിച്ചു പോയതാണെങ്കിൽ എന്തു ചെയ്യുമെന്ന ആലോചനയിൽ അയാളുടെ തലച്ചോറിൽ കനലുകൾ ഇളകി. ഒരു ഓട്ടോറിക്ഷ ഗേറ്റ് കടന്നു വരുന്ന പ്രകാശം വൃദ്ധൻ്റെ മുഖത്തടിച്ചു. അയാൾ ഊന്നുവടി കുത്തി എഴുന്നേറ്റു. മുറ്റത്ത് വന്നു നിന്ന ഓട്ടോറിക്ഷയിൽ നിന്നും ഏതാനും കവറുകളും തൂക്കിപ്പിടിച്ച് വൈശാഖ് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഗോവിന്ദക്കുറുപ്പിൻ്റെ നെഞ്ചിലേക്ക് മഞ്ഞുകളങ്ങൾ വീണതുപോലെ കുളിർമ അനുഭവപ്പെട്ടു. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇതുപോലെ ആശ്വാസദായകമായ ഒരു കാഴ്ച വേറെ കണ്ടിട്ടില്ല എന്ന് പോലും അയാൾക്ക് തോന്നിപ്പോയി. ഇടറുന്ന ചുവടുകളോടെ വൈശാഖ് സിറ്റൗട്ടിലേക്ക് കയറി വന്നപ്പോൾ പതിവിൽ കവിഞ്ഞ പ്രസന്നതയോടെ ഗോവിന്ദക്കുറുപ്പ് നിൽക്കുന്നത് കണ്ടു. അച്ഛനെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? കുഴഞ്ഞ സ്വരത്തിൽ അവൻ തിരക്കി. നീ വരാൻ താമസിച്ചതുകൊണ്ടാ. ഞാനെന്താ നാട് വിട്ടുപോയെന്ന് കരുതിയോ? വൃദ്ധന നെഞ്ചിൽ ഒരു കുടുക്കം അനുഭവപ്പെട്ടു. അച്ഛൻ ഇന്ന് കഞ്ഞി വെച്ചോ? രാവിലത്തെ ചോറിൻ്റെ ബാക്കിയിരിപ്പുണ്ടാ. ആ അതൊന്നും വേണ്ട, ഞാൻ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കുപ്പിയും വാങ്ങിച്ചു. ഒന്ന് കുളിച്ചിട്ട് വരാം. വൈശാഖ് അകത്തേക്ക് നീങ്ങി. കുളി കഴിഞ്ഞ് വൈശാഖ് മുറിയിൽ ഇരിക്കുകയായിരുന്ന അച്ഛനെ വന്ന് വിളിച്ചുകൊണ്ടുപോയി. ഡൈനിങ് ടേബിളിൽ പാഴ്സലുകൾ നിരന്നിരുന്നു.
പൊറോട്ടയും ചപ്പാത്തിയും ബീഫും ചിക്കനും സലാഡുകളും. ഇതെന്തിനാ നീ എല്ലാം കൂടെ വാങ്ങിയത്? ഏതെങ്കിലും ഒരെണ്ണം പോരായിരുന്നു? എത്ര നാളായി അച്ഛാ വായ്ക്ക് രുചിയായി വല്ലതും കഴിച്ചിട്ട്. ഇന്ന് കുറച്ച് പൈസ ഒരുമിച്ച് കയ്യിൽ കിട്ടിയ ദിവസമല്ലേ, ആ സന്തോഷത്തിന് വാങ്ങിയതാ. വൈശാഖ് പ്ലേറ്റിലേക്ക് പൊറോട്ടയും ബീഫ് ഫ്രൈയും വിളമ്പി അച്ഛൻ്റെ മുൻപിലേക്ക് വെച്ചു. കഴിക്ക്. ഗോവിന്ദക്കുറുപ്പ് കഴിച്ചു തുടങ്ങി. അയാൾക്ക് ഭക്ഷണത്തിന് അന്ന് വരെ തോന്നാത്ത രുചി അനുഭവപ്പെട്ടു. വൈശാഖും കഴിക്കാൻ തുടങ്ങിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ ചിക്കൻ ഫ്രൈയും സലാഡുകളുമൊക്കെ വൃദ്ധൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊണ്ടിരുന്നു. വയറു നിറയെ ആഹാരം തൃപ്തിയോടെ കഴിച്ചിട്ട് ഇരുവരും എഴുന്നേറ്റ് പോയി കൈയഴുകി. ഗോവിന്ദക്കുറുപ്പ് മുറിയിലെത്തി ഒരു ബീഡി കത്തിച്ചപ്പോൾ വൈശാഖ് മദ്യക്കുപ്പിയും ഉപദംശങ്ങളുമായി വന്നു. ഗോവിന്ദക്കുറുപ്പ് നോക്കിയപ്പോൾ കുപ്പി പൊട്ടിച്ചിട്ടുണ്ട്. ഞാനൊരെണ്ണം കഴിച്ചു. അച്ഛൻ കഴിച്ചോ? അവൻ ഗ്ലാസ് നീക്കി വെച്ചു. ഗോവിന്ദക്കുറുപ്പ് വിസ്കി ഒഴിച്ച് വെള്ളം ചേർക്കാതെ കുടിച്ചു. നാവിൽ തരിതരിപ്പ് അനുഭവപ്പെട്ടു. കുറച്ച് നാൾ കൂടി കുടിക്കുന്നതല്ലേ, കുത്തല കാണും. വൈശാഖ് കാശുകൊണ്ടിട്ട് എടുത്തുകൊണ്ട് കൊടുത്തു. വൃദ്ധൻ അത് വാങ്ങി വായിലേക്കിട്ടു. മാല വിറ്റിട്ട് എത്ര രൂപ കിട്ടി? 70,000. ഓ, വാടക കൊടുത്താൽ പിന്നെ ബാക്കിയൊന്നുമില്ല അല്ലേ? ഗോവിന്ദക്കുറുപ്പ് നിരാശയോട് ചോദിച്ചു. ഒന്നുമില്ല. വൈശാഖ് ഗ്ലാസ്സിലേക്ക് ഒരു പെഗ് ഒഴിച്ച് കഴിച്ചു. അമ്മയുടെ കെട്ടുതാലി വിറ്റ് കള്ളു കുടിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അതിനുള്ള അവസരവും അച്ഛനായി ഉണ്ടാക്കി. കൊള്ളാം. വൈശാഖിൻ്റെ സ്വരത്തിൽ ഒരു ധ്വനി കലർന്നിട്ടുണ്ടെന്ന് വൃദ്ധനെ തോന്നി. അതെന്താ നീ അർത്ഥം വെച്ച് പറഞ്ഞത്? മനസ്സോടെയാണോ ഞാൻ ആ മാല തന്നതെന്ന് നീ വിചാരിച്ചത്? ഏയ്, ഒട്ടും മനസ്സില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇതും ഒരു വിധിയാച്ച. ഞാനും അച്ഛനും ചെയ്ത പ്രവൃത്തികൾക്ക് ഇനിയും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ഒന്നുമില്ല, ഏത് ചാരത്തീന്നും മനസാന്നിധ്യമുണ്ടെങ്കിൽ പറന്നു പോകാം. ഇതും നമുക്ക് മറികടക്കാം. ആദ്യം നീ നിന്റെ തൻ്റെ ഇടത്തെ തിരിച്ചു പിടിക്കുക. ഒരു തൻ്റെ ഇടവില്ല അച്ഛാ. എനിക്കിപ്പോൾ ആകെ എന്താ പറയുക, ഇന്ന് അച്ഛനാ മാല തന്നപ്പോൾ എനിക്ക് ബോധ്യമായി, പിടിച്ചു നിൽക്കാൻ ഇനിയൊരു കച്ചിത്തുരുമ്പ് പോലും അവശേഷിക്കുന്നില്ല എന്ന്. അത് വിറ്റ് പണം കയ്യിൽ വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് അച്ഛനറിയാവോ? നാട് വിട്ടുപോയാലൊന്നും. അച്ഛനോട് പോലും പറയാതെ. ഗോവിന്ദക്കുറുപ്പിന് ഒരു ഉൾക്കിടലം അനുഭവപ്പെട്ടു. തൻ്റെ ഭയം അസ്ഥാനത്തായിരുന്നില്ല എന്ന ഓർമ്മയിൽ അയാളുടെ കൈത്തണ്ടയിലെ രോമങ്ങൾ എഴുന്നു. നെഞ്ചിലൊരു അരിച്ചിൽ. ഒരെണ്ണം കൂടി കഴിക്കച്ച. വൈശാഖ് മദ്യമൊഴിച്ചപ്പോൾ വൃദ്ധന് വിരക്തി തോന്നി. എന്നിട്ടും അയാൾ ഗ്ലാസ് വാങ്ങി മൊത്തി. ഞാൻ തനിച്ചു പോയ അച്ഛൻ നരകിച്ച് ചാവേണ്ടി വരും. എനിക്ക് ഗതി കിട്ടുമോ? അതുമില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങ് പോന്നത്. വൈശാഖിനെ നോക്കി വൃദ്ധൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മുഖം മരവിച്ചു എന്ന് അയാൾക്ക് തോന്നി. ലഹരി പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടല്ല. ആരോടും എനിക്ക് സ്നേഹമുണ്ടായിരുന്നില്ല അച്ഛാ, ആശയോട് പോലും. ചതിച്ചും വഞ്ചിച്ചും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു തന്ന അച്ഛൻ്റെ മകനല്ലേ ഞാൻ. രക്തത്തിൽ കുടിലത അലിഞ്ഞു കിടക്കുക. പിന്നെ എങ്ങനെ രക്ഷപ്പെടാൻ? വൈശാഖ് ചിരിക്കാൻ ശ്രമിച്ചു. അവൻ നെഞ്ചിലൂടെ വിരലോടിച്ച് പിന്നെ ഗ്ലാസ്സിൽ നീക്കി വെച്ച് മദ്യമൊഴിക്കാൻ ശ്രമിച്ചു. നിനക്കെന്താ, വല്ലാതെ തലയ്ക്ക് പിടിച്ചോ? കൈ വിറയ്ക്കുന്നുണ്ടല്ലോ. ഗോവിന്ദക്കുറുപ്പ് കുപ്പി വാങ്ങി മദ്യമൊഴിച്ചു. വൈശാഖ് ഗ്ലാസ് വാങ്ങി. നന്നായി. ഈ പെഗ് അച്ഛൻ തന്നെ ഒഴിക്കേണ്ടത്. അയാൾ ഒരു ഗ്ലാസ് വായിലേക്ക് കമഴ്ത്തി ഒരെക്കിളോടെ കഴിച്ച മദ്യം അതേപടി വൈശാഖ് ടീപ്പയുടെ മീതേക്ക് ഛർദ്ദിച്ചു. ഛേ, വേണ്ടത് കഴിച്ചാൽ പോരടാ, വൃദ്ധൻ ശാസിച്ചു. ഒരെക്കിൾ കൂടി. വൈശാഖ് ഇത്തവണ രക്തമാണ് ഛർദ്ദിച്ചത്. എന്താടാ ഇത്? ഗോവിന്ദക്കുറുപ്പ് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. സന്ധികളെല്ലാം മരവിച്ചു പോയിരിക്കുന്നു. നെഞ്ചിൽ നിന്നും ഒരു തികട്ടൽ കയറി വന്നു. വൈശാഖ് ചിരിക്കാൻ ശ്രമിച്ചു. അവൻ്റെ പല്ലുകളിൽ രക്തം പുരണ്ട് ചുവന്നിരുന്നു. പേടിക്കണ്ട അച്ഛാ, ഈ വിഷമം ഇപ്പോൾ തീരും. നമുക്ക് ഒരുമിച്ച് പോകാം. ഗോവിന്ദക്കുറുപ്പിന് അടിവയറ്റിൽ നിന്നും തീ കത്തുന്നത് പോലെ പുകച്ചിലുണ്ടായി. എരിയുന്ന ദ്രാവകത്തെ അയാൾ പുറത്തേക്ക് ഛർദ്ദിച്ചു. അതും രക്തമായിരുന്നു. ഒരുപാട് ചിന്തിച്ചു. ഇത് തന്നെയാണ് നല്ലത്. ഇനി ഒരു രക്ഷ നമുക്കില്ല. ജോലി ചെയ്തൊന്നും ഞാനിനി ജീവിക്കാൻ പോണില്ല. വൈശാഖ രക്തത്തിൽ കുതിർന്ന വാക്കുകളെ ചവച്ചു തുപ്പിക്കൊണ്ടിരുന്നു. വൃദ്ധൻ കസേരയിൽ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നോ? വൈശാഖ് മദ്യക്കുപ്പി പരതിയെടുത്തു. നെഞ്ചിൽ തടവിക്കൊണ്ട് മരണവെപ്രാളത്തോടെ അവൻ എഴുന്നേറ്റ് നിന്നു. മദ്യം വായിലേക്ക് ഒഴിക്കാൻ ശ്രമിച്ചെങ്കിലും കുപ്പി വഴുതിപ്പോയി. ടീപ്പയുടെ ചില്ലിനു മീതേക്ക് അത് വീണതും ഗ്ലാസ് ഉടയുന്ന ശബ്ദമായിരുന്നു. നിന്ന നിൽപ്പിൽ ആടിയുലഞ്ഞ് വൈശാഖ് തറയിലേക്ക് അലച്ചു തല്ലി വീണു. പിടഞ്ഞടിക്കുന്ന കാലുകൾ
ടീപ്പോയെ ചവിട്ടിത്തെറിപ്പിച്ച് എണീക്കാൻ ശ്രമിച്ച ഗോവിന്ദക്കുറുപ്പിൻ്റെ ചുവടുകളും ഇടറി. കസേര കയ്യിൽ പിടുത്തം മുറയ്ക്കാതെ അയാൾ തറയിലേക്ക് വീണു. വൈശാഖിൻ്റെ കൈകൾ അയാളുടെ ഉടലിൽ വന്ന് അള്ളിപ്പിടിച്ചു. ജീവൻ പോകുന്ന വെപ്രാളത്തിൽ അവൻ്റെ നഖങ്ങൾ വൃദ്ധൻ്റെ നെഞ്ചിലെ മാംസത്തെ കീറിപ്പിളർത്തിക്കളഞ്ഞിരുന്നു. അധ്യായം 36. ഹൗസ് ഓണർ രാമചന്ദ്രൻ രാവിലെ തന്നെ വീട്ടിലെത്തി. വാതിലിൽ മുട്ടി വിളിച്ചെങ്കിലും ആരും തുറന്നില്ല. കുറച്ചുനേരം കാത്തുനിന്നിട്ട് അയാൾ തിരിച്ചുപോയി. പിറ്റേന്ന് അയാൾ വീടിൻ്റെ സ്പെയർ കീയുമായാണ് വന്നത്. വൈശാഖും ഗോവിന്ദക്കുറുപ്പും മുങ്ങി നടക്കുകയാണെങ്കിൽ ഇന്ന് വീട് തുറന്ന് അവരുടേതായ സാധന സാമഗ്രികൾ എല്ലാം എടുത്ത് പുറത്തിട്ട് വീട് ഒഴിപ്പിക്കണമെന്നായിരുന്നു അയാളുടെ തീരുമാനം. താക്കോൽ ഉപയോഗിച്ച് മുൻവാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് വീട് അകത്തുനിന്നും പൂട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലായത്. തന്നെ ഒഴിവാക്കാനായി വീട്ടിനകത്ത് അച്ഛനും മകനും ഒളിച്ചിരിക്കുകയാണെന്നാണ് രാമേന്ദ്രൻ ആദ്യം വിചാരിച്ചത്. അയാൾ പലതവണ വാതിലിൽ ഇടിച്ചു വിളിച്ചെങ്കിലും മറുപടി കിട്ടാതെ വന്നതോടെ ആശങ്കയായി. രാമചന്ദ്രൻ അയൽപക്കത്തുള്ളവരെ വിവരമറിയിച്ചു. എല്ലാവരും ചേർന്ന് വാതിൽ പൊളിക്കാമെന്ന് തീരുമാനിച്ചു. ആരോ പോലീസ് സ്റ്റേഷനിലേക്കും വിവരമറിയിച്ചു. മുൻവാതിലുകൾ ലോക്ക് കനത്തതാണെന്നറിയാവുന്നതുകൊണ്ട് രാമചന്ദ്രൻ അടുക്കള വാതിലാണ് പൂട്ടുപൊളിച്ച് തുറന്നത്. രാമചന്ദ്രനൊപ്പം ഏതാനും ചില അയൽക്കാരും വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. വൈശാഖിൻ്റെയും ഗോവിന്ദക്കുറുപ്പിൻ്റെയും മൃതദേഹങ്ങൾ കിടപ്പുമുറിയിൽ കണ്ടെത്തി അവർ പകച്ചു നിന്നു. തകർന്ന ടീപ്പോയി ചവിട്ടി മറിച്ചതുപോലെ തറയിൽ കിടക്കുന്നു. നിലത്ത് രക്തവും ഛർദ്ദിച്ചതുപോലെയുള്ള ഭക്ഷ്യാവശിഷ്ടങ്ങളും ദുർഗന്ധം വമിച്ചു കിടക്കുന്നു. മൃതദേഹങ്ങൾ ഉറുമ്പരിച്ചു തുടങ്ങിയിരുന്നു. പോലീസ് സംഘം സ്ഥലത്തെത്തിയതോടെ അനന്തര നടപടികൾ ആരംഭിച്ചു. വൈകുന്നേരത്തോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാമെന്ന് പോലീസിനെ മെഡിക്കൽ കോളേജിൽ അറിയിച്ചു. മരണവിവരമറിഞ്ഞ ആശയും അച്ഛൻ രവീന്ദ്രനും ഹോസ്പിറ്റലിലെത്തിയിരുന്നു. പക്ഷെ മൃതദേഹങ്ങൾ ഏറ്റെടുക്കാനോ ശവസംസ്കാരം നടത്താനോ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് രവീന്ദ്രൻ പോലീസിനെ അറിയിച്ചു. അച്ഛൻ്റെയും മകൻ്റെയും പേരിൽ സ്വന്തമായ ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്തതിനാൽ പൊതുശ്മശാനത്തിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ തീരുമാനിച്ചു. നെടുമ്പുരയ്ക്കൽ ഫാമിലിയുമായി മരിച്ചവർക്ക് ബന്ധമുണ്ടെന്നറിഞ്ഞ് പോലീസ് പലരുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ശാരദാസ് വസ്ത്രവിഹാറിലേക്കും അവർ വിളിച്ച് വിവരം പറഞ്ഞു. വിദ്യാലക്ഷ്മി തൻ്റെ ക്യാബിനില്ലായിരുന്നു. ശേഖർ അവിടേക്ക് കയറി വന്നപ്പോൾ അവൾ ചോദ്യഭാവത്തിൽ നോക്കി. മാഡം, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. വൈശാഖും അച്ഛൻ കുറുപ്പും മരിച്ചു. വിദ്യയുടെ മുഖത്ത് ഒരു അവിശ്വസനീയത നിറഞ്ഞു. ആത്മഹത്യയായിരുന്നു. മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലാണ്. ഏറ്റെടുക്കാൻ ബന്ധുക്കൾ ആരുമില്ലെന്ന്. ഇവിടുത്തെ ഫാമിലിയുമായി റിലേഷൻ ഉണ്ടെന്നറിഞ്ഞ് വിളിച്ചതാണ്. നമ്മളെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? വിദ്യയുടെ മനസ്സിലൂടെ അനേകം ആലോചനകൾ മിന്നി മറിഞ്ഞു. 1-ാം നമ്പർ ശത്രുക്കളാണ് ഇല്ലാതായിരിക്കുന്നത്. രാഹുലിൻ്റെയും തൻ്റെയും ജീവനെടുക്കാൻ ഗൂഢാലോചന നടത്തിയവർ. സ്വന്തം ബന്ധങ്ങൾ മറന്ന് ചതിയും വഞ്ചനയും കൊണ്ട് കുരുക്കുകൾ ഒരുക്കിയവർ. അവർക്കായി ഒരു ചെറുവിരലെങ്കിലും അനക്കേണ്ടതുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. പക്ഷേ മനുഷ്യൻ്റെ നിന്ദ്യാമോഹങ്ങളും നീച സ്വപ്നങ്ങളും ദുഷ്പ്രവൃത്തികളുമെല്ലാം മരണവക്ത്രത്തിനുള്ളിൽ വെച്ച് ശിഥിലീകരിക്കപ്പെടുകയല്ലേ? ജീവിതകാലത്ത് ചെയ്തു കൂട്ടിയ ദുഷ്ടപ്രവൃത്തികളോടുള്ള എതിർപ്പിനെ മൃതദേഹങ്ങളോടുള്ള അനാദരവായി തട്ടിക്കിഴിക്കേണ്ടതുണ്ടോ? വിദ്യയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മുരളിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്തായാലും എനിക്കിതിൽ പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. വിദ്യ ശേഖരനോട് പറഞ്ഞിട്ട് മൊബൈലെടുത്ത് മുരളീകൃഷ്ണനെ വിളിച്ചു. മുരളിയുടെ ഹലോ വന്നതോടെ വിദ്യ കാര്യങ്ങൾ അറിയിച്ചു. എനിക്ക് വരാൻ പറ്റില്ല മോളെ. ശരീരത്തിന് നല്ല സുഖമില്ല. നിന്നോട് പോകണമെന്ന് ഞാൻ പറയില്ല. ജീവിച്ചിരുന്ന ഓരോ നിമിഷവും നമുക്കെതിരെ ഗൂഢാലോചന നടത്തിയ സംഘമാണ് അവരുടേത്. മുരളീകൃഷ്ണൻ തൻ്റെ നിലപാട് തുറന്നു പറഞ്ഞിട്ട് കോൾ മുറിച്ചു. വിദ്യാലക്ഷ്മി ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ശേഖരനെ നോക്കി. ഡെഡ് ബോഡീസ് ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല ശേഖരേട്ടാ. പക്ഷേ അവിടെ വരെ ഒന്ന് പോകാം. അത് ഒരു ബന്ധുതയുടെ പേരിലല്ല. വൈശാഖ് രാഹുലിൻ്റെ മാനേജറായി ഇവിടെ ജോലി ചെയ്തിരുന്ന ആളല്ലേ. ടെക്സ്റ്റൈൽസിൻ്റെ പേരിൽ ഒരു റീത്ത് സമർപ്പിക്കണം. ഫ്യൂണറൽ ചടങ്ങുകൾക്ക് പണം ആവശ്യം വല്ലതുമുണ്ടെങ്കിൽ അതും കൊടുക്കാം. എങ്കിൽ അധികം താമസിക്കാതെ പുറപ്പെടണം മാഡം, ശേഖർ പറഞ്ഞു. വൈശാഖിൻ്റെയും ഗോവിന്ദക്കുറുപ്പിൻ്റെയും മരണവൃത്താന്തം അറിഞ്ഞ് ശാരദാസ് വസ്ത്രവിഹാറിലെ സ്റ്റാഫുകൾക്കിടയിൽ ഒരു മ്ലാനത പടർന്നു. തുടക്കം മുതൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ തങ്ങളോടൊപ്പം ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകൻ, അവൻ നല്ലവനോ മോശക്കാരനോ ആയാലും ജീവിതം അവസാനിപ്പിച്ചു എന്ന വാർത്ത ദുഃഖകരമായിരുന്നു. സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സ്റ്റാഫുകൾക്ക് താല്പര്യമുണ്ടെന്ന് ശേഖറിൽ നിന്നും അറിഞ്ഞതോടെ 4 മണിക്ക് ശേഷം ഷോപ്പ് അടച്ചിടാൻ വിദ്യ തീരുമാനിച്ചു.
ആരോ ഒരു കരിങ്കൊടി അടഞ്ഞ ഷട്ടറിന് മുൻപിലായി സ്ഥാപിച്ചു. തിരുവാർപ്പിലെ പൊതുശ്മശാനത്തിലേക്ക് പോകുവാൻ സ്റ്റാഫുകൾക്കായി ഒരു ട്രാവലർ ഏർപ്പാടാക്കിയിരുന്നു. 6 മണിയോടെ എല്ലാവരും ശ്മശാനത്തിലെത്തി. ശേഖർ മൃതദേഹങ്ങളിൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചു. വൈശാഖിൻ്റെയും ഗോവിന്ദക്കുറുപ്പിൻ്റെയും മൃതദേഹങ്ങളെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയതിന് സാക്ഷിയായി എല്ലാവർക്കുമൊപ്പം വിദ്യാലക്ഷ്മി നിന്നു. അടങ്ങാത്ത ദുരയും ആർത്തി പൂണ്ട സ്വപ്നങ്ങളും കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ട ഒരച്ഛനും മകനും ഒടുവിൽ ചുടലാഗ്നിയുടെ കനൽച്ചൂടിൽ ഉരുകിയെരിഞ്ഞ് പുകവളയങ്ങളായി വിലയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ നോക്കി നിന്നു. എന്തിനായിരുന്നു ഈ യുദ്ധങ്ങൾ? അനിവാര്യമായ വിധിയുടെ വിറക്കെടുപ്പിൽ എരിഞ്ഞു തീരാനുള്ളതേയുള്ളൂ ക്ഷണികമായ മനുഷ്യജന്മമെന്ന് ചിന്തിച്ചാൽ മനുഷ്യർ കുറച്ചുകൂടി നല്ലവരായി ജീവിക്കുമെന്ന് വിദ്യയ്ക്ക് തോന്നി. കുറച്ചുകൂടി കരുണയും സ്നേഹവും അലിവുമുള്ളവരായിട്ട് അവർ ആയുസ് പൂർത്തിയാക്കും. ആളുകൾക്കിടയിൽ ആശ നിൽക്കുന്നത് വിദ്യ ഒരു നിമിഷം കണ്ടു. അവളുടെ മുഖം കല്ലുപോലെ ഉറച്ചിരുന്നെങ്കിലും കവളിലൂടെ കണ്ണീർ തിളക്കം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഞായറാഴ്ച വീട് വൃത്തിയാക്കലും വസ്ത്രങ്ങൾ കഴുകലുമൊക്കെ വിദ്യ തിരക്കിലായിരുന്നു. ബക്കറ്റിൽ ലോഷൻ കലർത്തിയ വെള്ളവും മോപ്പുമായി അവൾ ഹാളിലേക്ക് വന്നു. ഒരരികിൽ നിന്നും തറ തുടയ്ക്കുവാൻ ആരംഭിച്ചു. കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ട് അവൾ മോപ്പ് മാറ്റി വെച്ചിട്ട് ചെന്ന് വാതിൽ തുറന്നു. മുൻപിൽ നിന്നവരെ കണ്ട് വിദ്യയ്ക്ക് അമ്പരപ്പ് തോന്നി. രജനിയും മീനുമോളും. സ്വയം അറിയാതെ തന്നെ വിദ്യയുടെ മുഖത്തേക്ക് ഒരു കനപ്പ് പടർന്നു. നിന്ദ്യമായ ഒരു ഗൂഢാലോചനയുടെ ജീവൻ കൂടി പന്താടപ്പെട്ട ഒരു രാത്രിയിലെ സ്മരണകൾ കടന്നൽ കൂട് പൊട്ടിയതുപോലെ തലച്ചോറിലൂടെ ഇരമ്പിയർത്ത് കയറി വന്നു. ആൻറ്റി! മീനുമോളുടെ വിളിയച്ച. രജനിയുടെ കയ്യിൽ തൂങ്ങി നിൽക്കുകയായിരുന്ന മോളെ നോക്കിയപ്പോൾ വിദ്യയുടെ മുഖപേശികൾ അയഞ്ഞു. മീനുമോൾ അടുത്തേക്ക് വന്ന് വിദ്യയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ആൻറ്റി എന്നെ എടുക്കുമായിരുന്നു. വിദ്യ മറുപടി പറയാതെ രജനിയെ നോക്കി. മീനുമോളെ അവൾ ശകാരിക്കുമെന്നും പിടിച്ചു മാറ്റുമെന്നും വിദ്യ കരുതിയെങ്കിലും ഒന്നുമുണ്ടായില്ല. അമ്മ എന്തേ? ദുർബലമായ സ്വരത്തിൽ രജനി ചോദിച്ചത് കേട്ട് വിദ്യയ്ക്ക് ആശ്ചര്യമായിരുന്നു. ശബ്ദത്തിൽ അഹന്തയോ ധാർഷ്ട്യമോ കലർന്നിട്ടില്ല. രജനി ക്ഷീണിതയാണെന്ന് ഇപ്പോൾ വിദ്യ തിരിച്ചറിഞ്ഞു. വേണ്ടത്ര ശ്രദ്ധയില്ലാതെ വാരിച്ചുറ്റിയ സാരി, അങ്ങിങ്ങ് പാറിപ്പറന്ന് കിടക്കുന്ന മുടി, അന്ന് പകയും വാശിയും ഫണങ്ങൾ ഉയർത്തി നിൽക്കുന്ന കണ്ണുകളോടെ തൻ്റെ ചെകിട്ടത്തടിച്ച് വെല്ലുവിളി മുഴക്കിയ സ്ത്രീ തന്നെയാണോ ഇതെന്ന് അവൾ ഒരു നിമിഷം സംശയിച്ചു പോയി. വിദ്യയിൽ നിന്നും മറുപടിയൊന്നും വരുന്നില്ലെന്ന് കണ്ട് രജനി അസ്വസ്ഥയായി. അവർ സാരിത്തുമ്പിൽ തെറിപ്പിടിപ്പിച്ചു. എൻ്റെ ഭാഗത്തു നിന്നും ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. മനഃപൂർവ്വമായി തന്നെ നിന്നെ കുറേ ഉപദ്രവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു ബലാത്കാരത്തിനോ കൊലപാതകത്തിനോ ഞാൻ കൂട്ടുനിന്നിട്ടില്ല. രജനി തണുത്ത സ്വരത്തിൽ ഏറ്റുപറച്ചിൽ നടത്തി. വിദ്യയുടെ മിഴികളൊന്ന് ജ്വലിച്ചു. എങ്കിലും അവളൊരക്ഷരം ശബ്ദിച്ചില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. ഇവിടെ നിന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നീ തിരിച്ചു പോയിക്കോളുമെന്ന് കരുതി, അല്ലാതെ മറ്റൊന്നും ഞാൻ അറിഞ്ഞു നടന്നതല്ല. വിദ്യ ഒന്ന് ശ്വാസമെടുത്തു. ഒന്നാന്തരം അഭിനയം നടത്തി അമ്മയെ ഇവിടുന്ന് മാറ്റാൻ പദ്ധതിയിട്ടത് നിങ്ങളല്ലേ? ആ രാത്രി ഒരു പെണ്ണ് തനിച്ചിവിടെ കുടുങ്ങിപ്പോയാൽ എന്തൊക്കെ ഭീഷണികൾ നേരിടേണ്ടി വരുമെന്ന് അറിയാൻ വയ്യായിരുന്നു. അങ്ങനെ ഒരു നീചലക്ഷ്യം ഭർത്താവിനുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിവുണ്ടായിരുന്നില്ലേ? പക്ഷേ കൂലിക്കാളയെടുത്ത് എൻ്റെ മാനം കെടുത്തിയാണെങ്കിലും ഇവിടുന്ന് തുരത്തണമെന്ന ഉദ്ദേശമെന്ന് സുധീഷ് പറഞ്ഞാൽ നിങ്ങൾ തടയുമായിരുന്നോ? ഒരിക്കലുമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ വിഷയം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. വിദ്യയുടെ മൂർച്ചയുള്ള വാക്കുകൾക്ക് മുൻപിൽ രജനി ഒരു നിമിഷം നിശബ്ദയായി. എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത്? ആരെ കാണാനാ? എനിക്ക് അമ്മയൊന്ന് കാണണം. എന്തിന്? പുതിയ എന്തെങ്കിലും വിഷഗുളിക മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളത് വാങ്ങിക്കൊടുത്ത് ഫലസിദ്ധി പരീക്ഷിക്കാനെന്തോ? വിദ്യേ, പ്ലീസ്, നീ ശവത്തെ കുത്തരുത്. ശ്വാസവും ചലനവും ഉണ്ടെന്നേ ഉള്ളൂ. നിന്നോട് ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. മനസ്സുകൊണ്ട് പണ്ടേ മരിച്ചവളാ ഞാൻ. രജനിയുടെ മുഖത്ത് ദയനീയത കണ്ടപ്പോൾ വിദ്യ ഉള്ളിലെ രോഷത്തെ അടക്കി. രജനി മീനുമോളുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറാനൊരുങ്ങിയപ്പോൾ വിദ്യ വാതിക്കൽ നിന്നും മാറിക്കൊടുത്തു. രജനി ഹാളിലൂടെ നടന്ന് ശാരദാമണിയുടെ മുറിയുടെ നേർക്ക് പോയി. വിദ്യ ഏതാനും നിമിഷം അതേ നിൽപ്പു നിന്നു. പിന്നെ മനസാന്നിധ്യം തിരിച്ചു പിടിച്ചിട്ടെന്ന പോലെ തിരികെ ചെന്ന് മോപ്പെടുത്ത് തറ തുടയ്ക്കൽ പുനരാരംഭിച്ചു. ഹാൾ തുടച്ചു കഴിഞ്ഞ് മോപ്പുമായി വിദ്യ ശാരദാമണിയുടെ മുറിയിലെ മുൻപിലെ പാസേജിലൂടെ നീങ്ങി തുടങ്ങി. ചാരിയിട്ട വാതിലിനിടയിലൂടെ അകത്തു നിന്നും രജനിയുടെ സംഭാഷണങ്ങൾ കേൾക്കാമായിരുന്നു. എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു രൂപമില്ല. ഞാൻ ആരോടും പരാതി പറയില്ല. സുധീഷിൻ്റെ വയറ് പഴുത്ത് ഇൻഫെക്ഷനായി. മരുന്നോ ഗുളികളോ പോലും വാങ്ങാനുള്ള പൈസ
എൻ്റെ കയ്യിലില്ല. അവിടുത്തെ അച്ഛനും അമ്മയും വലിയ വരുമാനമുള്ളവരൊന്നുമല്ല. ഇതിപ്പോൾ ഞാൻ തനിച്ചെല്ലാം നോക്കേണ്ട അവസ്ഥയിലാണ്. കഴിഞ്ഞ മാസം പ്രമീളേച്ചിയോട് കുറച്ച് പണം കടം വാങ്ങി പിടിച്ചതുകൊണ്ടാണ് പിടിച്ചു നിന്നത്. ഇത്തവണ മോളെ KG ചേർക്കണം. നല്ലയിടത്ത് അഡ്മിഷൻ കിട്ടണമെങ്കിൽ പൈസ എത്ര വേണമെന്ന് അറിയാമോ? അത് മാത്രം മതിയോ? യൂണിഫോം, ബാഗ്, പുസ്തകങ്ങൾ, എവിടെന്നെങ്കിലും കുറച്ച് പൈസ കിട്ടിയാൽ സുധീഷ് പോയി കള്ളുകുടിക്കും. നിങ്ങളെല്ലാവരും ചേർന്ന് കണ്ടുപിടിച്ച് തന്നതല്ലേ അയാളെ. ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിൽ. എൻ്റെയും മോളുടെയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോകണം. പറയുന്നതിനിടയിൽ തന്നെ രജനി കരയുകയും മൂക്ക് പിഴിയുകയും ചെയ്യുന്ന ശബ്ദം കേൾക്കാനുണ്ട്. ശാരദാമണി എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ എന്ന് വിദ്യ ശ്രദ്ധിച്ചു. അവരുടെ ശബ്ദമൊന്നും കേൾക്കാനില്ല. രാഹുൽ മാത്രമാണ് അമ്മയുടെ മകൻ. അവൻ പോയിട്ട് വർഷമൊന്നും കഴിഞ്ഞില്ലേ? ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന ഓർമ്മ പോലും അമ്മയ്ക്കില്ലേ? മരിക്കുന്നതുവരെ ഈ മുറിയിൽ അടച്ചിരിക്കാനാ തീരുമാനമെങ്കിൽ തുറന്നു പറ. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഏതെങ്കിലും റെയിൽവേ പാളത്തിൽ പോയി തലവെച്ചോളാം. അല്ലെങ്കിൽ അമ്മ മുരളിയേട്ടനെ വിളിച്ചാണെങ്കിലും കുറച്ച് പണം വാങ്ങിത്തരണം. ചികിത്സ നടത്തിയ സുധീഷ് രക്ഷപ്പെടും. എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് ഞങ്ങളെങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ശാരദാമണി മറുപടിയൊന്നും പറയുന്നില്ല. ഞാൻ ആരോടാ സംസാരിക്കുന്നത്? അമ്മയോട് തന്നെയല്ലേ. ഇങ്ങനെ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരുന്ന എന്താ മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾ ചത്താലും അമ്മയ്ക്കൊന്നുമില്ലെന്നല്ലേ? രജന് കണ്ണീർ കലങ്ങി അടഞ്ഞ സ്വരത്തിൽ വാശിയോടെ തിരക്കുന്നത് കിട്ടും. വിദ്യ വാതിലിലൊന്ന് തട്ടി. ഒരു നിമിഷത്തിന് ശേഷം ശാരദാമണിയുടെ മുറിയിലേക്ക് മോപ്പുമായി പ്രവേശിച്ചു. രജനിക്ക് കണ്ണും മുഖവും തുടയ്ക്കാനുള്ള സമയം കിട്ടിയിരുന്നു. അവൾ മോളെയും കൊണ്ട് ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. വിദ്യ ശാരദാമണിയുടെ മുറി വൃത്തിയായി തുടച്ചു. മോപ്പ് വാറ്റിവെച്ചിട്ട് ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. വാതിക്കൽ ചെന്നിട്ട് വിദ്യ തിരിഞ്ഞ് രജനയെ നോക്കി. അമ്മയോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുവരെ നിയന്ത്രിച്ചു നിന്നിരുന്ന രജനിയുടെ മുഖത്തേക്ക് വികാരവിക്ഷോഭങ്ങളുടെ കടൽ അടിച്ചു കയറി വരുന്നത് വിദ്യ കണ്ടു. നിസ്സഹായതയുടെ കൊടുമുടിയിലാണ് അവൾ നിൽക്കുന്നതെന്ന് ഒരു നിമിഷം കൊണ്ട് വിദ്യയ്ക്ക് മനസ്സിലായി. വിദ്യയ്ക്ക് അലിവൊന്നും തോന്നിയില്ല. ഇതിനേക്കാൾ ദുർബലമായി ആശ്രയമറ്റവളായി താനീ പടി കയറി വന്നിട്ടുണ്ടെന്ന് അവൾ ഓർത്തു. കൂടുതലൊന്നും വേണ്ട, ഒരാശ്വാസവാക്ക്. അതിനുള്ള ദയ പോലും ഈ സ്ത്രീ കാണിച്ചിട്ടില്ല. വിദ്യ മുഖം തിരിച്ച് വാതിൽ കടന്നുപോയി. ഞാൻ ആൻറ്റിയുടെ അടുത്ത് പോവാ, മീനുമോൾ രജനിയോട് പറഞ്ഞിട്ട് വിദ്യ പോയ വഴിയെ ഇറങ്ങിപ്പോയി. രജനിയുടൻ ഭിത്തിയിലേക്ക് ചാരി. ശാരദാമണി തലയിണ നേരെ വെച്ചിട്ട് കിടക്കയിലേക്ക് ചാഞ്ഞു. അവർ മുൻവശത്തെ ഭിത്തിയിലേക്ക് നോട്ടം ചെല്ലുന്നത് പോലെ ചെരിഞ്ഞു കിടന്നു. കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് രജനിക്കും ബോധ്യമായി കഴിഞ്ഞു. പൊൻകുന്നത്തേക്ക് തിരിച്ചു പോകുന്നത് എങ്ങനെയെന്ന ആലോചനയിൽ അവളുടെ തലച്ചോറിൽ കനൽച്ചീളുകൾ ഇളകി. സുധീഷിൻ്റെ അച്ഛനും അമ്മയും തികഞ്ഞ ശത്രുതയോടെയാണ് പെരുമാറുന്നത്. മകൻ നേരിടേണ്ട വന്ന എല്ലാ വിപത്തുകൾക്കും കാരണക്കാർ രജനിയുടെ വീട്ടുകാരാണെന്നാണ് അവരുടെ കണ്ടെത്തൽ. ചെറുതാണെങ്കിലും ഒരു കടയും നോക്കി കുടുംബസ്ഥനായി കഴിഞ്ഞ ചെറുപ്പക്കാരനെ വേണ്ടാത്ത ആർത്തിയും തുരയും കുത്തിനിറച്ച് തിരുവല്ലയിൽ കൊണ്ടുവന്ന് കുടുക്കിൽ ചാടിച്ചും പോലീസ് കേസും ജയിൽവാസവും അപമാനവും മാത്രമോ അവൻ്റെ ആരോഗ്യം കൂടി നശിക്കപ്പെട്ടിരിക്കുന്നു. ഭക്ഷണത്തിനോ മരുന്നിനോ പോലെ രജനി കൈനീട്ടേണ്ടത് അവരുടെ മുന്നിലാണ് എന്നതാണ് ഏറ്റവും വലിയ ദയനീയ സ്ഥിതി. മീനുമോൾ വിദ്യയോടൊപ്പം അടുക്കളയിലായിരുന്നു. അവിടെ എപ്പോഴും വഴക്കാണേ. അച്ഛൻ അമ്മേനെ തല്ലും, മുത്തശ്ശിയും മുത്തശ്ശനും വഴക്കും അറിയും. അമ്മ എപ്പോഴും കരച്ചില്ല. മീനുമോള് പൊൻകുന്നത്തെ വിശേഷങ്ങൾ വിദ്യയോട് പറഞ്ഞു. സ്ലാബിന് വീത ഭരണിയിൽ ബിസ്ക്കറ്റ് കവറിൻ്റെ നിറം കണ്ട് മീനുമോൾ കഴിച്ചുകൊണ്ടി. ആൻറ്റി, എനിക്ക് ആ ബിസ്ക്കറ്റ് തരുമോ? കപ്പിൽ മോൾക്ക് കൊടുക്കാൻ പാലെടുക്കായിരുന്ന വിദ്യ ആശ്ചര്യത്തോടെ തിരിഞ്ഞു നോക്കി. നീ അതിന് ബിസ്ക്കറ്റൊക്കെ തിന്നുകൂടി? ക്രീം ബിസ്ക്കറ്റ് തന്ന ക്രീം മാത്രം ചുരുണ്ടി തിന്നുന്ന വീരത്തിയല്ലായിരുന്നോ? ഇപ്പോൾ എനിക്കിഷ്ടമാന്നേ, അവൾ തറപ്പിച്ച് പറഞ്ഞു. ആരോ റൂട്ടിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഒരു ബിസ്ക്കറ്റ് അവൾക്ക് കൊടുത്തു. ഇനിയും വേണം, 2-3 വേണം. അവൾ അത് വാങ്ങിയിട്ട് കൊതിയോടെ പറഞ്ഞു. വിദ്യ ഒരു പ്ലേറ്റ് എടുത്ത് പാക്കറ്റിൽ നിന്ന് 3-4 ബിസ്ക്കറ്റുകൾ നിരത്തി അവൾക്ക് നൽകിയപ്പോഴേക്കും ആദ്യത്തെ ബിസ്ക്കറ്റ് മീനുമോൾ കഴിച്ചു തീർത്തിരുന്നു. പാല് ഗ്ലാസ് നൽകിയപ്പോൾ അവളത് വേഗം കുടിച്ചു തീർത്തു. ഇനിയും വേണോ പാല്? വിദ്യ ചോദിച്ചു. ആം. ബിസ്ക്കറ്റ് തിന്നുന്നതിനിടയിൽ മീനുമോൾ തലയാട്ടി. ഗ്ലാസ്സിലേക്ക് പാലൊഴിക്കുമ്പോൾ വിദ്യയ്ക്ക് നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടു. ബിസ്ക്കറ്റോ പാലോ പലഹാരങ്ങളോ നിർബന്ധിച്ചാൽ പോലും കഴിക്കാൻ കൂട്ടാക്കാതെ പാഞ്ഞു നടന്നിരുന്ന കുഞ്ഞായിരുന്നു. അവളിപ്പോൾ ആർത്തിയോടെ അവയൊക്കെ വാങ്ങിക്കഴിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? മോൾക്കവിടെ ബിസ്ക്കറ്റൊന്നും ആരും വാങ്ങിച്ചു തരാറില്ലേ? ഇല്ലെന്നേ, എപ്പോഴും ചോറും കറിയുമാ. രജനി ശാരദാമണിയുടെ മുറിയിൽ നിന്നും എണ്ണിപ്പെറുക്കി കരഞ്ഞ് പറഞ്ഞ വാചകങ്ങൾ വിദ്യ ഓർത്തു. സുധീഷിൻ്റെ വീട്ടുകാർ വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരൊന്നും അല്ലെന്ന് വിദ്യയ്ക്ക് അറിയാം.
മുരളീകൃഷ്ണൻ ഗൾഫിൽ പോയി ആദ്യമുണ്ടാക്കിയ സമ്പാദ്യം ചേർത്ത് വെച്ച് കണ്ടുപിടിച്ച് നടത്തിയ വിവാഹമായിരുന്നു. മീനുമോൾ പാലും ബിസ്ക്കറ്റും കഴിച്ചു തീർന്നപ്പോൾ വിദ്യ അവളെ വാഷ് ബേസിനരികിലേക്ക് കൊണ്ടുപോയി വായും മുഖവും കഴുകിച്ചു. രാഹുൽ ഉണ്ടായിരുന്നപ്പോൾ നിലത്ത് വയ്ക്കാതെ കൊണ്ടു നടന്ന കുഞ്ഞായിരുന്നു. വീട്ടിലെ ആദ്യത്തെ പേരക്കിടാവ്. അവളിപ്പോൾ രുചിയുള്ള ഭക്ഷണമോ പഠനം തുടങ്ങാനുള്ള പണമോ ഇല്ലാതെ ജീവിതത്തിൻ്റെ കയ്പുകളോട് സമരസപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിദ്യയുടെ മിഴികളിൽ ഈറൻ നിറഞ്ഞു. അവൾ മീനുമോളുടെ കവിളിൽ മൃദുവായി ഉമ്മ വെച്ചു. ആൻറ്റി കരയാണോ? മീനുമോൾ വിദ്യയുടെ കവിളിലേക്ക് ഞെട്ടറ്റു വീണ ഒരു കണ്ണുനീർ തുള്ളിയെ തൊട്ടുനോക്കി. ഏയ്. വിദ്യ മന്ദഹസിക്കാൻ ശ്രമിച്ചു. തിരിഞ്ഞപ്പോൾ വാതിക്കൽ രജനി നിൽക്കുന്നത് കണ്ടു. വാ മോളെ, നമുക്ക് പോകാം. അടഞ്ഞ ശബ്ദത്തിൽ രജനി വിളിച്ചു. മീനുമോൾ വിദ്യയുടെ എളിയിൽ നിന്നും ഊർന്നിറങ്ങി. രജനി വിദ്യയെ ഒന്ന് നോക്കി. ഞങ്ങളിറങ്ങാം. സ്വയമറിയാതെയാണ് ആ യാത്രാമൊഴി രജനിയുടെ നാവിൽ നിന്നും വീണത്. സ്നേഹപൂർണമായ സഹവർത്തിത്വത്തിൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം ശത്രുപാളയത്തിൽ ചേക്കേറിയത് മുതൽ അത്തരമൊരു വാക്കോ വാചകമോ രജനിയിൽ നിന്നും വിദ്യയുടെ നേർക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ ദുരയുടെ അഹന്തയുടെ എല്ലാവിധ തിരശീലകളും മനസ്സിൽ നിന്നും മാഞ്ഞുപോയിരിക്കുന്നു. അതിജീവനമെന്ന പ്രാഥമിക ആവശ്യത്തിൻ്റെ പടിക്കെട്ടിൽ ഇറങ്ങി നിൽക്കേണ്ടി വരുമ്പോൾ അഹം എന്ന ഭാവത്തിൻ്റെ അന്തസാര ശൂന്യത എന്തുമാത്രമാണെന്ന് രജനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. രജനി മീനുമോളുടെ കൈയും പിടിച്ച് വാതിൽ കടന്നുപോയി. സിറ്റൗട്ടിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ രജനിക്ക് പാരവശ്യം അനുഭവപ്പെട്ടു. വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു ഗുഹയ്ക്കുള്ളിലാണ് താനെന്ന് അവൾക്ക് തോന്നി. ഇരുട്ട് മാത്രമേ മുന്നിലുള്ളൂ. പേഴ്സിനുള്ളിൽ ഏതാനും 100 രൂപ നോട്ടുകളുടെ ഭാരം മാത്രം. അതിനും ജീവിതത്തെ എത്ര ദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അവശേഷിക്കുന്ന എളുപ്പവഴിയിൽ റെയിൽവേ ട്രാക്കുകളായും ആഴമുള്ള ജലാശയങ്ങളായും പകുത്തുകൊണ്ടിരിക്കുന്നു. കൂറ്റൻ പാലങ്ങളായും രജനിയുടെ മനസ്സിനെ അതിങ്ങനെ പ്രകമ്പനമാക്കിക്കൊണ്ട് തെളിഞ്ഞു നിൽക്കുന്നു. രജനി മീനുമോളുടെ മുഖത്തേക്ക് നോക്കി. ജീവിതം എന്തെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങുന്നതേയുള്ളൂ. ഒരു നിമിഷം വിദ്യയോടുകൂടി എന്തെങ്കിലും സഹായം ചോദിച്ചാലോ എന്ന് രജനി ആലോചിച്ചു. ചോദിക്കാനുള്ള സ്ഥാനവും അർഹതയുമൊക്കെ താൻ തന്നെ ഇല്ലാതാക്കി കളഞ്ഞതാണ് എന്നറിയാം. അന്തസ്സിൻ്റെ അഭിമാനത്തിൻ്റെ അവസാനത്തെ പിടിയിൽ നിന്നും കൂടി താഴെ ഇറങ്ങിയാൽ മാത്രമേ അവളുടെ മുൻപിൽ സഹായം ചോദിച്ചു ചെല്ലാൻ കഴിയൂ. ഒരു വാക്കുകൊണ്ട് തൻ്റെ കുഞ്ഞിന് ഒരു ദിവസമെങ്കിലും ജീവിതം നീട്ടിക്കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനുവേണ്ടി ഏത് നെല്ലിപ്പടിയിലേക്കും ഇറങ്ങി നിൽക്കാൻ കഴിയുമെന്ന് രജനിക്ക് തോന്നി. അവൾ മുറുകിയ മുഖത്തോടെ മീനുമോളുടെ കൈയും പിടിച്ച് സിറ്റൗട്ടിന് നേർക്ക് തിരിച്ചു നടന്നു. സിറ്റൗട്ടിലേക്കുള്ള ആദ്യപ്പടിയിലേക്ക് കാൽവച്ചതേ വിദ്യാലക്ഷ്മി വാതിൽ കടന്ന് പുറത്തേക്ക് വരുന്നത് രജനി കണ്ടു. ഒരു നിമിഷം രജനി നിശ്ചലയായി നിന്നു. വിദ്യയുടെ നോട്ടം മീനുമോളുടെ മുഖത്ത് വന്നു തൊട്ടു. മോളെ, ഇങ്ങു വാ. വിദ്യ വിളിച്ചപ്പോൾ മീനുമോൾ പടികൾ കയറി അവൾ കരികിലേക്ക് ചെന്നു. വിദ്യ ബ്രൗൺ നിറമുള്ള ഒരു കവർ അവളുടെ കുഞ്ഞു കൈകൾ വിടർത്തി അതിനുള്ളിലേക്ക് പിടിപ്പിച്ചു. എൻ്റെ സുന്ദരിക്കുട്ടി സ്കൂളിൽ പോകുമല്ലേ? ആൻറ്റിയുടെ സമ്മാനമാണ്. രാഹുൽ അങ്കിളിനോട് ചോദിച്ചപ്പോൾ അങ്കിള് പറഞ്ഞു മീനൂട്ടിക്ക് ഇത് കൊടുക്കണമെന്ന്. മീനുമോള് കവർ കയ്യിൽ പിടിച്ച് വിദ്യയുടെ ചുവന്ന മുഖത്തേക്ക് നോക്കി. വിദ്യ കുഞ്ഞിൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. മിടുക്കിയായിട്ട് പഠിച്ചോണം. എന്ത് വേണമെങ്കിലും അമ്മയും കൂട്ടി ആൻറ്റിയുടെ അടുത്തേക്ക് വന്നാൽ മതി. മീനുമോൾ തലയാട്ടി. ഇനി പോയിക്കോ. വിദ്യ അനുമതി നൽകിയപ്പോൾ അവൾ തിരിച്ചു പോന്നു. കവർ രജനിയെ ഏൽപ്പിച്ചു. വിദ്യ രജനിയെ നോക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് മറഞ്ഞുപോയി. രജനി ഹൃദയത്തിൽ ഉണർന്നു വരുന്ന മിന്നലുകളോടെ തൻ്റെ കയ്യിലിരുന്ന തടിച്ച കവറുകളിലേക്ക് നോക്കി. പതിയെ തിരിഞ്ഞ് മോളുടെ കൈയും പിടിച്ച് അവൾ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി. തിരുവല്ല ടൗണിലൂടെ ഓട്ടോറിക്ഷ നോക്കി നിൽക്കുമ്പോൾ രജനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എത്ര രൂപയുണ്ടാവും കവറിനുള്ളിൽ? 10,000 രൂപയുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആകാംക്ഷ അടക്കാൻ കഴിയാതെ രജനി കവറെടുത്ത് തുറന്നു നോക്കി. അകത്തുനിന്ന് നോട്ടുകെട്ടുകൾ വലിച്ചെടുത്തു. ഒരു നിമിഷം അവൾക്ക് ഹൃദയമെടുപ്പ് നിലച്ചുപോയി. 2000-ൻ്റെ ഒരു കെട്ട് നോട്ട്. 2 ലക്ഷം രൂപ. കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുവാനാണോ ഇത്രയും വലിയ സംഖ്യ? അമ്മയുടെ മുൻപിൽ താൻ തുറന്നു വെച്ച സങ്കടക്കഥകൾ വിദ്യ കേട്ടിരിക്കുമെന്ന് അവൾക്ക് തോന്നി. എങ്കിലും ഇത്ര വലിയൊരു ദയ തന്നോട് കാണിക്കാൻ അവൾക്ക് മനസ്സ് തോന്നിയല്ലോ. ആ നോട്ടുകെട്ടിൽ മുറുകെ പിടിച്ച് അവൾ ആ പെരുവഴിയിൽ നിന്നു. പൊട്ടിക്കരഞ്ഞു. മീനുമോൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്പരത്ത് നിന്നു. രാത്രി വിദ്യ മുകൾ നിലയിലെ ഓഫീസ് മുറിയിൽ തൻ്റെ കസേരയിലിരുന്ന് മയങ്ങുകയായിരുന്നു. വിദ്യയെ ശാരദാമണിയുടെ വിളിയൊച്ച കേട്ട് അവൾ ഞെട്ടിയുണ്ടെന്നു. ഒരു നിമിഷം കഴിഞ്ഞാണ് അവൾക്ക് താൻ എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ശാരദാമണി പരിഭ്രാന്തമായ മുഖത്തോടെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് അവൾ അമ്പരപ്പായി. അമ്മ എന്താ ഇവിടെ? സ്റ്റെപ്പ് കയറി വന്നോ? നീ ഒന്ന് മുരളിയൊന്ന് വിളിക്കുമോ? ശാരദാമണി ആവശ്യപ്പെട്ടു. വിദ്യ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 1 മണി കഴിഞ്ഞിരുന്നു. ഈ രാത്രിയിലോ?
എന്താ അമ്മേ ആവശ്യം? നീയൊന്ന് വിളിക്കേ, അവന് സുഖമില്ലാത്തതാ. വിദ്യയുടെ നെറ്റി ചൊളിഞ്ഞു. ആദ്യമായാണ് ശാരദാമണി കരുതലോടെ മകനെക്കുറിച്ച് സംസാരിക്കുന്നത്. അമ്മയുടെ അന്തർമുഖത്വത്തിൻ്റെ ആവരണം ഇളകും വിധത്തിൽ പരിഭ്രാന്തി തുടിച്ചു നിൽക്കുന്നു. എന്താ സുഖം? അമ്മ എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ? നീയൊന്ന് വിളിക്കുമോളെ. ശാരദാമണിയുടെ മുഖത്ത് വേദനയുടെ പേശികൾ ഞെരുങ്ങി നിന്നു. വിദ്യ ഫോണെടുത്ത് മുരളീകൃഷ്ണൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ബെല്ലടിച്ച് തീർന്നതല്ലാതെ കോൾ എടുക്കപ്പെട്ടില്ല. മുരളിയേട്ടൻ ഉറങ്ങിക്കാണോ അമ്മേ? നാളെ വിളിക്കാം. എനിക്ക് അവനെ ഒന്ന് കാണണം. നമുക്ക് പോയാലോ? ഈ രാത്രിയിലോ? അമ്മയ്ക്കിതെന്ത് പറ്റി? ഗോപിയില്ലേ, അയാളെയും കൂട്ടാം. പ്രിയമുള്ളവരെ, ഈ സ്റ്റോറി ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത പാട്ട് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരിക്കൽ കൂടി ശുഭരാത്രി.